വെൽക്കം ടു യു ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗസ്റ്റ് കോംറ്റിനെ പറ്റിയിട്ടാണ്. അഗസ്റ്റ് കോംറ്റ് സോഷ്യോളജി എന്ന ഡിസിപ്ലിൻ്റെ ഫാദറാണ്. അതുപോലെ പോസിറ്റിസം എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്നാണ് കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അഗസ്റ്റ് കോംറ്റിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇനി ആരാണ് അഗസ്റ്റ് കോംറ്റ്? അഗസ്റ്റ് കോംറ്റ് ഫ്രാൻസിലാണ് ജനിക്കുന്നത്. മോൺപില്ലറിൽ ആണ് ജനിക്കുന്നത്. നമുക്കറിയാം ഫ്രാൻസിൽ എന്താണ് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു റെവല്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു ടൈമിലാണിത് നമ്മുടെ അഗസ്റ്റ് കോംറ്റ് ജനിക്കുന്നത്. സോ ആള് ഒരു സോഷ്യൽ ഫിസിക്സ് സയന്റിസ്റ്റ് ആയിരുന്നു. മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഫിലോസഫിയിലോട്ടും പിന്നെ സോഷ്യൽ സയൻസിലോട്ടും വരികയാണ്. സോ ആളുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ 19th സെഞ്ചുറിയിലെ ടൈമിൽ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ വളരെ വലിയൊരു എക്സാമ്പിൾ ആണ്. ആ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നമ്മുടെ സൊസൈറ്റി മാറുകയാണ്. ആ ഒരു എസ്റ്റേറ്റ് വിഭാഗത്തിൽ വിട്ടിട്ട് ആളുകളെ തരംതിരിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈക്വാലിറ്റി അല്ലെങ്കിൽ ആളുകൾക്ക് റൈറ്റ്സ് വേണം, അവർക്ക് ആ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടുന്നൊരു ടൈമാണ്. സോ അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ സോഷ്യോളജി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡിസിപ്ലിൻ ആള് ഉണ്ടാക്കിയെടുത്തു. ഹ്യൂമൻ പ്രോഗ്രസിനെ സിസ്റ്റമാറ്റിക്കലി പഠിക്കാനുള്ളൊരു വേദിയായിട്ട് സോഷ്യോളജി മാറുകയാണ്. അപ്പൊ അതിനു മുന്നേ എല്ലാം നമ്മൾ ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റിലാണ് നമ്മൾ സൊസൈറ്റിനെ കണ്ടുകൊണ്ടിരുന്നത്. സോ നമ്മൾ ആരും അതിനൊരു സയന്റിഫിക് ബേസിസിൽ എംപിരിക്കൽ ബേസിസിൽ അതിനെ പഠിച്ചിട്ടില്ല. സോ അങ്ങനെ അഗസ്റ്റ് കോംറ്റ് റിഗ്രസ് ഒബ്സർവേഷനിലൂടെയും എംപിരിക്കൽ എവിഡൻസിന്റെ ബേസിസിൽ സൊസൈറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണമെന്ന് പറയുകയും അങ്ങനെ ഗവേണിംഗ് എങ്ങനെയാണ്, സൊസൈറ്റി എങ്ങനെയാണ്, അതിന്റെ ഓർഗനൈസേഷൻ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നെല്ലാം അഗസ്റ്റ് കോംറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് അഗസ്റ്റ് കോംറ്റിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ മേജർ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ കോഴ്സ് ഓൺ പോസിറ്റീവ് ഫിലോസഫി, നമ്മൾ 6 വോള്യൂംസിലായിട്ട് 1832 1842 ടൈമിൽ ആണിത് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ദ പോസിറ്റീവ് ഫിലോസഫി, ദ സിസ്റ്റം ഓഫ് പോസിറ്റീവ് പോളിറ്റി ഓർ ട്രീറ്റീസ് ഓൺ സോഷ്യോളജി, ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് ദ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി, 1851 തൊട്ട് 1854 വരെ 4 വോള്യൂംസിലായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഏർലി റൈറ്റിംഗ്സിൽ 1820 to 1829 ടൈമിൽ സെയിന്റ് സൈമണിന്റെ ഇൻഫ്ലുവൻസ് ആളിൽ കാണുന്നുണ്ട്, ഒരു 1870 to 1824 ടൈമിൽ. ഇനി സെയിന്റ് സൈമൺ നെറ്റിനെല്ലാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെയിന്റ് സൈമണിന്റെ സെക്രട്ടറി ആയിട്ട് കോംറ്റ് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആള് സെയിന്റ് സൈമൺ ഒരു തിങ്കർ ആണ്, ഫിലോസഫർ ആണ്. സോ അങ്ങനെ സെയിന്റ് സൈമണിന്റെ ഇൻഫ്ലുവൻസും നമ്മുടെ അഗസ്റ്റ് കോംറ്റിന്റെ ലൈഫിൽ സോഷ്യോളജി എന്ന ഡിസിപ്ലിൻ തന്നെ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ടും ആളുടെ വർക്ക്സിൽ സെയിന്റ് സൈമണിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കോംറ്റ് ജനിച്ച സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂറോപ്പിൽ വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയമാണ്. ഫ്രഞ്ച് റവല്യൂഷൻ ആയിക്കോട്ടെ, അമേരിക്കൻ റവല്യൂഷൻ ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്ന ഒരു സമയമാണ്. സൊസൈറ്റിനെ റീഷേപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ആ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജാക്കന്മാരെന്നാണ് അതിൽ എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ട് പലരും പല ഡിവിഷൻസിൽ ജീവിക്കുന്ന ഒരു ടൈമാണ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റുകളും ഇല്ല. അവര് പണിയെടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശമ്പളം പോലും കൊടുക്കുന്നില്ല. ഒരു തരത്തിലും മാനുഷികമായിട്ടുള്ള പരിഗണന കൊടുക്കാത്ത ടൈമാണ്. പിന്നെയാണ് നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അഗ്രേറിയൻ സൊസൈറ്റിയെല്ലാം മാറി മെഷീൻസ് വന്നു, മുതലാളിത്തം ബൂർഷ്വാസി മുതലാളിത്തം വന്നു, ക്യാപിറ്റലിസം വന്നു. മെഷീൻസ് വഴി ആളുകൾക്ക് പുതിയ ജോലി സാധ്യതകൾ വരികയാണ്, അർബനൈസേഷൻ വരികയാണ്. സോ അങ്ങനെ വരുമ്പോൾ ആളുകളുടെ ഉള്ളിലോട്ട് ഒരു പുതിയ തരത്തിലുള്ളൊരു ഐഡിയ, എൻലൈറ്റ്മെന്റ് വരികയാണ്. നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ആരുടെയും കീഴിൽ ജീവിച്ചാൽ പോരാ, ഇങ്ങനെ സ്വത്തിന് വേണ്ടിയിട്ട്, ആർഭാടിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മുടെ റൈറ്റ് നമ്മൾ തന്നെ നോക്കണം. അങ്ങനെ വന്നിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാവുകയാണ്. സോ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം വളരെ വലിയൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എങ്ങനെയാണ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ്? ഹ്യൂമൻ അഫയേഴ്സ് നമ്മൾ എങ്ങനെ പഠിക്കണം? കാരണം എന്താ വെക്കുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാവാണ്.
അല്ലെ, ലൂയി 16-നെല്ലാം ലൈക്ക് മാറ്റിക്കൊണ്ട് ലൈക്ക് ഒരു പുതിയൊരു അഡ്വാൻസ്മെന്റ് സൊസൈറ്റിയിലോട്ട് ഉണ്ടാവുകയാണ്. ആ ഒരു ടൈമിലാണ് ഇതെല്ലാം നോക്കിക്കൊണ്ടുകൊണ്ട് സോഷ്യൽ ചേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് കോംറ്റ് എന്താണ് സൊസൈറ്റിനെ പറ്റിയിട്ട് സയന്റിഫിക്കലി പഠിക്കണമെന്ന് പറയുന്നത്. സോ ഒരുപാട് പൊളിറ്റിക്കൽ കയോസ് ഉള്ള ഒരു ടൈം ആയിരുന്നു പോസ്റ്റ് റെവല്യൂഷന്റെ ടൈം. ഒരുപാട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയന്റിഫിക് റെവല്യൂഷൻ വരുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കെല്ലാം അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ്. സോ അവിടെ എന്താണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ലൈക്ക് റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷൻ, അതായത് ആളുകൾക്ക് പുതിയ ജോലി സാധ്യത കിട്ടാൻ ആളുകൾ എന്ത് ചെയ്യും, റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലോട്ട് അവര് പോവും. സോ അങ്ങനെ ടെക്നോളജിക്കൽ ചേഞ്ചും ഉണ്ടായ ഒരു ടൈമിലാണ് അഗസ്റ്റ് കോംറ്റ് വരുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യോളജി ആണെന്ത് അഗസ്റ്റ് കോംറ്റ്. സോ ആ ഒരു അഗസ്റ്റ് കോംറ്റ് ജനിച്ച സമയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും എല്ലാം ഉണ്ടായിരുന്ന ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ, ഈ രണ്ട് റെവല്യൂഷൻ നടക്കുന്ന ടൈമിൽ സൊസൈറ്റിയിലെ ആളുകൾ, സൊസൈറ്റിക്ക് മെയിൻലി രണ്ട് മേജർ പാർട്ടായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. അതായത് റെവല്യൂഷണറി തിങ്കേഴ്സും റിലീജിയസ് തിങ്കേഴ്സും. രണ്ടും രണ്ട് ഫിലോസഫി കൊണ്ടുപോകുന്ന ആൾക്കാർ. ഈ റെവല്യൂഷണറി തിങ്കേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സോഷ്യൽ ഓർഡർ അതിനെ ലൈക്ക് റെവല്യൂഷൻ ചെയ്തുകൊണ്ട് വിപ്ലവകരമായ രീതിയിൽ സോഷ്യൽ ചേഞ്ച് വേണം, സൊസൈറ്റിക്ക് ചേഞ്ച് വേണം എന്ന് പറയുന്ന ഒരു വിഭാഗം. അതുപോലെ റിലീജിയസ് തിങ്കേഴ്സ്. ഈ ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റങ്ങളൊന്നും ആവശ്യമില്ല. സൊസൈറ്റിക്ക് പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു സോഷ്യൽ ഓർഡർ മാത്രം മതി. ആ സ്റ്റെബിലിറ്റി, നമുക്ക് സോഷ്യൽ ഓർഡർ സ്റ്റെബിലിറ്റി വേണമെന്ന് പറഞ്ഞൊരു രണ്ടാൾക്കാർ. ഈ രണ്ടാൾക്കാരാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ രണ്ട് സൊസൈറ്റിയിൽ രണ്ട് തിങ്കേഴ്സ് ഉണ്ടായിരുന്നു, റെവല്യൂഷണറി തിങ്കേഴ്സും അതുപോലെ റിലീജിയസ് തിങ്കേഴ്സും. സോ ഇത് പോസിറ്റിവിസം എന്ന് പറയുന്നത് അഗസ്റ്റ് കോംറ്റിന്റെ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. സയൻസിനെ സുപ്രീം നോളജ് ആയിട്ട് അദ്ദേഹം കണ്ട് ലൈക്ക് ആളുകളുടെ മുന്നിലോട്ട് പുതിയൊരു ഐഡിയ കൊണ്ടുവന്നാണ്. ലൈക്ക് ഒരു റെവല്യൂഷണറി ഫിലോസഫി ആയിട്ട് കോംറ്റ് എന്നാണ് പോസിറ്റിവിസം, പോസിറ്റീവ് നോളജിനെ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് സൊസൈറ്റിനെ പഠിക്കുകയാണെങ്കിൽ അതിനെ സയന്റിഫിക് ബേസിസിൽ വേണം പഠിക്കാൻ. അതായത് ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, റീസണിങ്. അതായത് ലൈക്ക് നമ്മുടെ ഹ്യൂമാനിറ്റീൻ്റെ ഹൈയസ്റ്റ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് അതിന്റെ ലെവലിൽ വെച്ചിട്ട് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം സൊസൈറ്റിനെ പഠിക്കേണ്ടത്. സോ സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ് വെച്ച് എംപിരിക്കൽ ഡാറ്റ, എംപിരിക്കൽ എവിഡൻസ് വെച്ചിട്ട് സൊസൈറ്റിനെ പറ്റിയിട്ട് പഠിക്കണം. ഇതിൽ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള റിയാലിറ്റി നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നാച്ചുറൽ ലോസ്, നമുക്ക് ഈ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓരോ ഫിനോമിന, ഓരോ ടൈമിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്ന യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. നമ്മളൊരു സൊസൈറ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിന് വലിയ കാര്യം വേണമല്ലേ. നമുക്ക് എന്താണ്, നമ്മൾ ചുമ്മാ സൊസൈറ്റിനെ പറ്റി പഠിച്ചാൽ മാത്രം പോരാ, ലൈക്ക് അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ ഫ്രഞ്ച് റെവല്യൂഷൻ എന്തുകൊണ്ട് വന്നു, കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെയല്ല നമ്മുടെ ഹ്യൂമൻ ലൈക്ക് കണ്ടീഷൻസ് നമുക്ക് എന്താണ് ബെറ്റർ ആക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ പോസിറ്റീവ് നോളജ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, സയന്റിഫിക് ബേസിസിലാണ് ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, റീസണിങ്. സോ പോസിറ്റിവിസം എന്ന് പറയുന്നതാണ് അഗസ്റ്റ് കോംറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തങ്ങളിൽ, കോൺട്രിബ്യൂഷൻസിൽ ഒന്നാണ്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗസ്റ്റ് കോംറ്റിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ആണ്, അതായത് ലോ ഓഫ് ത്രീ സ്റ്റേജസ്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ നോളജ് അതുപോലെ സൊസൈറ്റിന്റെ പ്രോഗ്രസ് മൂന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലൈക്ക് പ്രോഗ്രസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണ്, മൂന്ന് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസിലൂടെ സൊസൈറ്റിന്റെ നോളജ്, സൊസൈറ്റിന്റെ പ്രോഗ്രസ് കടന്നു പോയിട്ടുണ്ട്. സോ ഈ ഈച്ച് സ്റ്റേജസിലും ആ സൊസൈറ്റിനെ ലൈക്ക് ബാധിക്കുന്ന വേൾഡ് വ്യൂവും ഓർഗനൈസേഷണൽ ഫോമും ഉണ്ട്. സോ ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ഇവല്യൂഷന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്റലക്ച്വൽ ഹിസ്റ്ററിന്റെയും ഒരു മേജർ ഫൗണ്ടേഷൻ തന്നെയാണ്. സോ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈച്ച് സ്റ്റേജസിലും എന്താണ്, ആ സൊസൈറ്റി എങ്ങനെ ജീവിക്കുന്നു, ആളുകൾ എങ്ങനെയാണ്, ആളുകളുടെ ചിന്താഗതി എങ്ങനെ ഉണ്ടായിരുന്നു, സോഷ്യൽ ഇവല്യൂഷൻ എങ്ങനെ സംഭവിച്ചു, അതുപോലെ നമുക്ക് ഈ ഇന്റലക്ച്വൽ ഹിസ്റ്ററി
എങ്ങനെയായിരുന്നു. സോ അങ്ങനെ നമ്മൾ എന്താണ് ഹ്യൂമൻ തിങ്കിങ്ങിന്റെ ഇവല്യൂഷൻ ഡെവലപ്മെന്റിനെയും പറ്റിയിട്ട് ലോ ഓഫ് 3 സ്റ്റേജസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിൽ എന്താണ് മേജർ ആയിട്ട് നമുക്കിവിടെ 3 സ്റ്റേജസ് ആണ് നമുക്ക് വരുന്നത്. അതായത് തിയോളജിക്കൽ അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് സ്റ്റേജസ്, ദെൻ മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് സ്റ്റേജ്, പോസിറ്റീവ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റേജ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ സ്റ്റേജസും എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ തിയോളജിക്കൽ സ്റ്റേജ് ആണെങ്കിൽ പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമാനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവര് ആ ടൈമിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഗോഡ്, സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ്. എന്തൊരു സൊസൈറ്റിയിൽ സംഭവം വരികയാണെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ തന്നെ എന്താണ് ലൈക്ക് ദൈവം തന്നതാണ്. സ്റ്റോണിനെ ആചാരിക്കുന്ന ഇത് ഒരു സൊസൈറ്റി ചെയ്യുന്ന ആ ടൈമിൽ. സോ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ് ഗോഡ് ഉണ്ട്, സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ഉണ്ട്, അതുപോലെ എന്താണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് സൊസൈറ്റിയിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു. ആൻഡ് അവിടെ അങ്ങനെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രൊവൈഡിങ് ദ ഓർഡർ ഇൻ ദ സൊസൈറ്റി. സോ ഈ തിയോളജിക്കൽ സ്റ്റേജ് എന്നാണ് മെയിൻലി 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് ഫെറ്റിഷിസം ആൻഡ് പോളിത്തിസം, മോണോതിസം. ഫെറ്റിഷിസം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ പ്രിമിറ്റീവ് മെൻ, അതായത് ഏർലി മെൻ, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന മെൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ദൈവം എന്താണ് എല്ലാ ഒബ്ജക്റ്റിലും എന്താണ് ഉണ്ട്. സ്റ്റോൺ ആയിക്കോട്ടെ, റോക്ക് ആയിക്കോട്ടെ, വുഡ് ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ല് ആണെങ്കിൽ കല്ല് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇതാണെന്ന് ഫെറ്റിഷിസം. ഇതിന് നമ്മൾ ടോട്ടമിസം എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. അതായത് ലൈക്ക് ജീവനില്ലാത്ത വസ്തുക്കൾ നമ്മൾ ജീവൻ ഉള്ളതുപോലെ ലൈക്ക് ഒരു രീതിയിൽ ആരാധിക്കുന്നതിന്. സോ ഇതെന്താണ് ഫെറ്റിഷിസം ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളിതിസം. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് പ്രിമിറ്റീവ് മെൻ ഗോഡ് എല്ലായിടത്തും എന്ത് ഒബ്ജക്റ്റിലാണ് ഗോഡ് എന്ന വിശ്വാസമാണ്. പക്ഷെ നേരെ തിരിച്ചവിടെ എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണിത് ഈ ഫെറ്റിഷിസം എന്ന് പറയുന്നത്. ലൈക്ക് പോളിതിസത്തിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അതായത് എന്താണ് ഇവിടെ എന്താണ് ഗോഡ് എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തി അല്ല, ലൈക്ക് നമ്പർ ഓഫ് ഒബ്ജക്ട്സിന്റെ ബേസിസിലല്ല, ഒരുപാട് ഗോഡ് ഉണ്ട്. ലൈക്ക് ഗോഡ് ഓഫ് വാട്ടർ, ഗോഡ് ഓഫ് സോയിൽ, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളൊരു ആളുകളായിരുന്നു ആ ടൈമിൽ ഉള്ളത്. ദെൻ മോണോതിസം. മോണോതിസം എന്ന് പറയുകയാണെങ്കിൽ ഈ തിയോളജിക്കൽ സ്റ്റേജിൽ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അതായത് ആളുകൾ എന്താണ് ദൈവം അങ്ങനെ ലൈക്ക് മണ്ണില് ലൈക്ക് ആകാശത്ത് അങ്ങനെയൊന്നും അല്ല, ദൈവം ഒന്നേ ഉള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ആൾക്കാരാണ്. സോ ഇതാണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ. സോ ഈ 3 സ്റ്റേജസിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ആളുകളെ ചിന്താഗതി തന്നെയാണ് കുറച്ചുകൂടി പ്രോഗ്രസ് ആയിട്ട് വരികയാണ്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് അതായത് മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് സ്റ്റേജിലോട്ട് നമുക്ക് കടക്കാം. സോ മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസിഷണൽ പീരിയഡ് ആണ്. ഈ ഒരു ട്രാൻസിഷണൽ പീരിയഡിൽ ആളുകൾ എന്താണ് ലൈക്ക് ആ ഒരു ടൈമിലുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് ഫിലോസഫി വരികയാണ്. ഫിലോസഫിയിൽ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആളുകളുടെ ഇടയിലേക്ക് വരികയാണ്. എല്ലാത്തിനും ഡിവൈൻ എക്സ്പ്ലനേഷൻസ് ഇല്ല, അത് ശരിയല്ലെന്ന് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. സോ നാച്ചുറൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പൊളിറ്റിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ തോട്ട്സ് എല്ലാം ആളുകളുടെ ഇടയ്ക്ക് വന്ന് അവരെ എന്താണ് ഒരു റേഷണലി അവർക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാനും ഇമാജിനേഷനെ റീസണിങ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്ന ഒരു ടൈമാണ്. സോ ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു തൊടാൻ പറ്റുന്ന ഒരു ഗോഡ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ നിന്ന് പോവുകയും ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആളുകളുടെ ഇടയിലേക്ക് നിൽക്കുന്ന ഒരു ടൈമാണെന്ന് ഇത്. സോ നെക്സ്റ്റ് ഉള്ള സ്റ്റേജ് ആണ് പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ. സോ പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ സയന്റിഫിക് ഒബ്സർവേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതായത് ആളുകളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എംപിരിക്കൽ എവിഡൻസ് വെച്ചിട്ട് ഫാക്ട് ബേസ്ഡ് ഉള്ള എവിഡൻസ് വെച്ചിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് റീസണിങ് ഇമ്പോർട്ടൻസ് ഉണ്ട്, എംപിരിക്കൽ എവിഡൻസിനുണ്ട്, അതുപോലെ നാച്ചുറൽ ലോയ്ക്ക് എല്ലാം എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ ആലോചിച്ചിരുന്ന തിയോളജി അല്ലെങ്കിൽ മെറ്റാഫിസിക്സിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ആളുകളുടെ ചിന്താഗതി വളർന്നു, അവർക്ക് കുറച്ചുകൂടി പ്രോഗ്രസ് അവർക്ക് വന്നു. സോ ഇവിടെ എന്താണ് ലൈക്ക് ഒന്നും കൂടി സൊസൈറ്റി തന്നെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവുകയും അവർക്ക് റേഷന്റെ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. സോ സയൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ
ഗോഡ് എന്ന ബിലീഫ് അവർ കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്തുകൊണ്ട് ഗോഡ് ലൈക്ക് കംപ്ലീറ്റ്ലി എന്താണ് ബ്ലൈൻഡ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യാതെ റിസർച്ചിലൂടെ സയന്റിഫിക്കലി, ഞാൻ ഓൾറെഡി പറഞ്ഞു സയന്റിഫിക് ടെമ്പറിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. സോ അങ്ങനെ റിസർച്ചിലൂടെ ആളുകൾ എന്താണ് ലൈക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ലൈക്ക് നമുക്ക് എന്താണ് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും ഫാക്ച്വൽ ഡാറ്റയും പ്രകാരം എന്താണ് ആളുകൾ ഓരോന്നിനും കാണാൻ തുടങ്ങുന്ന ഒരു ടൈമാണ്. സോ അവരുടെ നമുക്ക് എന്താണ് നമ്മൾ എന്താ ലൈക്ക് തിയോളജിക്കൽ സ്റ്റേജ് നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് കല്ലിനെയും മണ്ണിനെയും ആകാശത്തിനെയും എല്ലാം ദൈവങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ടൈമിൽ നിന്നിട്ട് ആളുകളുടെ ലൈഫ് എന്നാണ് ലൈക്ക് പ്രോഗ്രസ് ആയിട്ട് എന്നാണ് നമ്മൾ ഇന്റലക്ച്വലി റീസണിങ് എംപിരിക്കൽ എവിഡൻസ് നമുക്ക് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ടൈമാണിത് ഇത്. സോ ഇതാണ് ഒരു ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹൈറാർക്കി ഓഫ് സയൻസസ് ആണ്. കോമറ്റ് എന്നാണ് ഹ്യൂമൻ നോളജിനെ ഒരു ഹൈറാർക്കി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതിന്റെ കോംപ്ലക്സിറ്റിന്റെ ബേസിസിൽ, അതിന്റെ ജനറാലിറ്റിന്റെ ബേസിസിൽ. സോ ഇവിടെ പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. സോഷ്യോളജി അതിന്റെ ഏറ്റവും ക്രൗണില് സ്ട്രക്ചറിൽ ആ ഒരു സ്ട്രക്ചറിൽ ക്രൗണിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ഈച്ച് സയൻസും പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ബിൽഡ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ സബ്ജക്ട്. സോ നമുക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ഇന്റഗ്രേറ്റഡ് ആയുള്ള സിസ്റ്റം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരുന്ന ആ ഒരു സബ്ജക്റ്റിലൂടെ ആണ്. സോ ഇതിന്റെ ബേസിക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ മാത്തമാറ്റിക്സ്. നമുക്ക് ഈ ഒരു പിരമിഡ് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി അല്ലെങ്കിൽ സെലസ്റ്റിയൽ ഫിസിക്സ്, ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് സോഷ്യോളജി. ഈ 3 സബ്ജക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ടു മോസ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് അതെല്ലാം ബോട്ടത്തിലും, അതുപോലെ കോംപ്ലക്സ് ആൻഡ് ഡിപ്പെൻഡ് ആയിട്ടുള്ള ലൈക്ക് സബ്ജക്റ്റുകൾ എന്നാണ് സയൻസുകൾ എന്നാണ് ഒരു ഹൈറാർക്കിന്റെ മേളുമായിട്ടാണ് വരുന്നത്. സോ ഈ ഒരു വ്യൂവില്, ഈ ഒരു സയൻസിന്റെ വ്യൂവില് വളരെ നമ്മൾ പഠിച്ച ലോ ഓഫ് 3 സ്റ്റേജസ് എന്നാണ് വളരെയധികം വരുന്നുണ്ട്. ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ അനാലിറ്റിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ലൈക്ക് ന്യൂമറസി അല്ലെ, അതാണ്. സോ ഇതെന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ഡിപ്പെൻഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആസ്ട്രോണമിയിലുണ്ട്, ഫിസിക്സിലുണ്ട്, കെമിസ്ട്രിയിലുണ്ട്. സോ ഇതിന്റെ എന്താണ് കോംപ്ലക്സിറ്റി എന്താണ് കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ആണ്. സോ ഇതെന്താണ് ബാക്കി എല്ലാവരും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഹൈറാർക്കിയിൽ ഏറ്റവും ബോട്ടത്തിലാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിലേറ്റീവ്ലി അതിന്റെ സിംപ്ലിസിറ്റി ടു കോംപ്ലക്സിറ്റിന്റെ ബേസിസിലാണ് ഇതിൽ സോഷ്യോളജി ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് വരുന്നത്. സോ എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത് അതിൽ സ്പെസിഫിസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ എന്താണ് മോസ്റ്റ് കോംപ്ലക്സും എല്ലാ സയൻസസിന്റെ ലൈക്ക് ഡിപ്പെൻഡും ആയിട്ടുള്ള ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു സയൻസ് ആണ് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്നത്. ഇതിൽ കോമറ്റ് പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ സയൻസസ് നമുക്ക് എന്താണ് ആ ഒരു കോംപ്ലക്സിറ്റിന്റെ ഓർഡറിൽ നമുക്ക് എന്താണ് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിൽ എന്താണ് വിത്ത് സയൻസസ് ഹയർ ഇൻ ദ ഹൈറാർക്കി ഡിപ്പെൻഡന്റ് നോട്ട് ഓൺലി ഡിപ്പെൻഡന്റ് ബട്ട് ഓൺ ദോസ് ബിലോ. The sociology makes assumptions about the physical and biological world. അതായത് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ സോഷ്യോളജി എല്ലാത്തിനും റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. സോഷ്യോളജി എന്താണ് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ വേൾഡിനെ പറ്റിയിട്ട് കൂടി എന്താണ് പഠിക്കുന്നുണ്ട്. സോ എന്താണ് അത്രയും കോംപ്ലക്സ് ഉള്ള സയൻസ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോ the attributes of a complexion of the positive method, all others are prepared to the hence they occupy the highest place in the hierarchy. So ഈ ഒരു പോസിറ്റീവ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സോഷ്യോളജി പറയുന്നതാണ് പോസിറ്റീവ് മെത്തേഡ്, സയന്റിഫിക് എവിഡൻസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് സയൻസ് ആണ് അല്ലെ. ഈ ഒരു പോസിറ്റീവ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സയൻസസും ഇതിലാണ് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഈ ഒരു ഹൈറാർക്കി റിഫ്ലക്ട് ചെയ്യുന്നത് കോമറ്റിന്റെ ബിലീവ് ആണ്. അതായത് ആസ് എ ഹയസ്റ്റ് സയൻസ് റിക്വയർഡ് മാസ്റ്ററി ഓഫ് ഓൾ ദ പ്രിസീഡിങ് ഡിസിപ്ലിൻസ്, എല്ലാ ഡിസിപ്ലിൻസിനെയും
മാസ്റ്റർ എന്നാണ് ഹയസ്റ്റ് സയൻസ് എന്ന രീതിക്ക് സോഷ്യോളജിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. സൊസൈറ്റിന്റെ കോംപ്ലക്സിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അനാലിറ്റിക്കൽ മെത്തേഡ്സ് ആണ്. സോ സൊസൈറ്റിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ എന്താണ് ലൈക്ക് ഒരു സോഷ്യോളജിയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സോഷ്യോളജിയിൽ ലൈക്ക് രണ്ട് ഡിവിഷൻസ് ഉണ്ട്, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ സോഷ്യൽ ഡൈനാമിക്സ്. ഇത് അഗസ്റ്റ് കോംറ്റ് കൊണ്ടുവന്ന രണ്ട് ബിലീഫ്സ് ആണ്. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അതുപോലെ സോഷ്യൽ ഡൈനാമിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. Comte analyzed the society's structural components, the family, government, economy, religion, എല്ലാം പഠിക്കുകയും and he examined how these elements maintain a social cohesion and stability. അതായത് ഒരു ഓർഗാനിസിന്റെ ആറ്റോണമി ലൈക്ക് നമുക്ക് ഹൃദയം എത്രത്തോളം ആവശ്യമാണ്, ബ്രെയിൻ എത്രത്തോളം ആവശ്യമാണ് എന്ന പോലെ തന്നെ ഒരു സൊസൈറ്റിക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഫംഗ്ഷൻ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സോഷ്യൽ കൊഹഷൻ വേണം. അതായത് ആളുകൾ തമ്മിലൊരു ഫീലിംഗ്, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യമാണ് ചെയ്യുന്നത്, ആ ഒരു ഫീലിംഗ് എന്നാണ് വരണം, ഈ ഒരു എലമെന്റ് വരണം. സോ ഇതാണ് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ. അതായത് ലൈക്ക് സൊസൈറ്റിനെ ഒരു മ്യൂച്വൽ ഹോൾ ആയിട്ട് കാണുകയും അതിലെന്താണ് ലൈക്ക് എല്ലാ എലമെന്റ്സിനെയും ഒരു മ്യൂച്വൽ റിലേഷൻ വഴി ഒരു ബാലൻസിലൂടെയാണ് ഈ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോകുന്നത്. ഇതിൽ നിന്നാണ് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റിയിലെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഒരുമിച്ച് എന്നാണ് ലൈക്ക് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലൂടെ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു വ്യൂ ആണ് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ. സോ എന്താണ് സോഷ്യൽ ഹാർമോണി ആണ് ഇവിടെ, ആളുകൾ തമ്മിലുള്ളൊരു യൂണിറ്റി ആണ് ഇവിടെ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ എംഫസൈസ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ ഡൈനാമിക്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പഠിക്കുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ സൊസൈറ്റി എന്നാണ് ഹിസ്റ്ററിയിലൂടെ ലൈക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ പ്രോഗ്രസ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്നാണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. സോ സോഷ്യൽ ഡൈനാമിക്സ് പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലോസും ഷോ ചെയ്യുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ സൊസൈറ്റിക്കുള്ള മാറ്റം, ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാറ്റം എന്താണ് ലൈക്ക് ഈ ഒരു 3 സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു 3 സ്റ്റേജസിലൂടെ ആളുകളുടെ ഇടയിലേക്ക് നോളജ് എന്നാണ് പല ടൈപ്പിൽ പോകുന്നുണ്ട്. സോ അങ്ങനെ നമുക്കൊരു ചേഞ്ച്, ആളുകളുടെ ഇടയിൽ ഒരു ചേഞ്ച് നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് സൊസൈറ്റിയിലെ പാർട്സ് ഇന്റർ റിലേറ്റഡ് ആവുന്നത്, അതുപോലെ ഒരു സൊസൈറ്റി ഓൾ സൊസൈറ്റി ഒരു യൂണിറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇവിടെ എങ്ങനെ ഡെവലപ്മെന്റ് നടക്കുന്നു, ലൈക്ക് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡെവലപ്മെന്റ് എങ്ങനെ നടക്കുന്നു, സൊസൈറ്റിക്ക് ചേഞ്ചസ് എങ്ങനെ വരുന്നു, അതുപോലെ ഹ്യൂമൻ സിവിലൈസേഷൻ എങ്ങനെ ലൈക്ക് പ്രോഗ്രസ് ചെയ്യുന്നു പല ഡിഫറെന്റ് സ്റ്റേജസിലൂടെ. ഇപ്പൊ ഈ 3 സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3 കാലഘട്ടത്തിലൂടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഈ റിവ്യൂ ആണ് സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറയുകയാണെങ്കിൽ. സോ ടുഗദർ എന്താണ് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ഡൈനാമിക്സും കൂടി ഒരു കോംപ്രഹെൻസീവ് ആയുള്ള സയന്റിഫിക് ഫ്രെയിംവർക്ക് നമുക്ക് തരികയാണ് സൊസൈറ്റിനെ പറ്റി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ലൈക്ക് മോഡേൺ ഉള്ള സോഷ്യോളജിയിലെ മോഡേൺ ഉള്ള ഒരുപാട് അക്കാഡമിക് ഡിസിപ്ലിൻസ് വരികയും നമുക്ക് എന്താണ് സൊസൈറ്റിനെ നമ്മൾ ഏത് ലെൻസിലൂടെ നമുക്ക് കാണണം, സൊസൈറ്റി നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്, ഇക്വാലിറ്റി എന്താണ്, സോ അങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റിലൂടെ ആണ്. നെക്സ്റ്റ് കോംറ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണത് റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി. കോംറ്റിന്റെ ഫൈനൽ ഇയേഴ്സിൽ കോംറ്റിന്റെ അംബിഷൻസിന്റെ ഭാഗമായിട്ട് വന്നൊരു ലൈക്ക് ഒരു പാർട്ടാണ് ഒരു റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി. സോ ഇതിൽ എന്താണ് ലൈക്ക് പറയുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ റിലീജിയൻ എന്നാണ് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വലിയൊരു പവർ ഉണ്ട്, യൂണിഫൈങ് പവർ ഉണ്ട്. നമുക്ക് ലൈക്ക് ഹിസ്റ്ററി നമ്മൾ ഫുൾ നമ്മൾ നോക്കുകയാണെങ്കിലും റിലീജിയന്റെ ലൈക്ക് സ്ഥാനം നിന്ന് വേറെ തന്നെയാണ് അല്ലെ. സോ ലൈക്ക് പോസിറ്റീവ് സയൻസ് എംബ്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലൈക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയും സൊസൈറ്റിയിലെ ഹ്യൂമാനിറ്റീന്റെയും അതിലെ പ്രിസർവേഷനിലും റിലീജിയന്റെ ഭാഗം എന്താണ് നമ്മൾ പഠിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹ്യൂമാനിറ്റി തന്നെ പറയുകയാണെങ്കിൽ അതിന്റെ സ്റ്റഡിയിലും എല്ലാത്തിലും നമ്മൾ ലൈക്ക് ഒബ്സർവേഷൻ നമ്മളെന്നാണ്, സയൻസ് നമ്മളെന്നാണ് ലൈക്ക് ഒരു മോറൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് വരുന്നുണ്ട്. സോ then this provides a moral foundation. അതായത് ലൈക്ക് ഡിവൈൻ ബീയിങ്സ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊരു ലൈക്ക്
ഒരു മോറൽ ഫൗണ്ടേഷൻ, ആളുകൾ ലൈക് തെറ്റെന്താണ് ശരി എന്താണ് മനസ്സിലാക്കുന്ന, ഒരാളെ കൊല്ലാൻ പാടില്ല എന്നുള്ള തെറ്റാണ് ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാകുന്നതാണ് ഈ ഒരു റിലീജിയന്റെ ബേസിലാണ്. ലൈക് ദൈവം എന്നെ എന്താണ് ശപിക്കും, അല്ലെങ്കിൽ ദൈവം എന്താ സ്വർഗത്തിലേക്ക് പോകാൻ എന്താണ് പറ്റൂല. സോ ആളുകളുടെ ഇടയിലേക്ക് ഒരു മോറൽ ഫൗണ്ടേഷൻ ആണ് ഒരു എന്താ റിലീജിയൻ വഴി നമുക്ക് ഉണ്ടാകുന്നത്. ഒരു എത്തിക്സ് കളക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരാൾ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല അല്ലെ. കളക്റ്റീവ് ആയിട്ട് അത് എന്താക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ കൊഹഷനോട് നമുക്കാണ് ഹ്യൂമാനിറ്റിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ like this share the reverence for humanity and scientific reason and creates a stronger than traditional theology. And അതുപോലെ scientific priesthood, സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ ഈ ഇന്റലക്ച്വൽസ് കൂടി ഒരു സ്പിരിച്വൽ ഗൈഡ്സ് ആയതുകൊണ്ട് നാച്ചുറൽ ലോസിനെ പറ്റിയിട്ടും സൊസൈറ്റിനെ പറ്റിയും ഗൈഡ് ചെയ്തുകൊണ്ട് പോളിസീസിനെ പറ്റിയിട്ട് നമുക്ക് തന്നെ എൻലൈറ്റ്മെന്റ് നമുക്കും തരുന്നുണ്ട്. സോ ഹ്യൂമാനിറ്റീന്റെ ഭാഗമായിട്ട് റിലീജിയൻ എങ്ങനെ വരുന്നു, സൊസൈറ്റിയിൽ എങ്ങനെ ഭാഗമാവുന്നു കോംറ്റ് പഠിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ലൈക് കൺക്ലൂഷനോട്ട് നമുക്ക് പോവാം. സോ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് അഗസ്റ്റ് കോംറ്റ് തന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദർ ആണ്. ലൈക് സോഷ്യോളജി ഒരു റിഗ്രസ് ഉള്ള സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിന്റെ ഇന്റലക്ച്വൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുകയും ഇന്ന് കാണുന്ന സോഷ്യോളജിക്കുള്ള ഫൗണ്ടേഷൻ തന്നെ നൽകിയൊരു വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. സൊസൈറ്റി എങ്ങനെ നമുക്ക് സയന്റിഫിക് ബേസിസിൽ പഠിക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയാണ്. ഇതില് ലൈക് ഒരുപാട് ഇൻഫ്ലുവൻസസ് സോഷ്യോളജി എന്ന സബ്ജക്റ്റിലൂടെ അഗസ്റ്റ് കോംറ്റ് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ഫിലോസഫി സോഷ്യൽ റിഫോംസിലും എല്ലാം എന്താണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി ആളുടെ ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ ലൈക് ആള് പ്രോഗ്രസ്, സോഷ്യൽ പ്രോഗ്രസിനെ പറ്റിയും ലീനിയർ ഡെവലപ്മെന്റിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. സൊസൈറ്റിക്ക് എന്താണ് ഒരുപാട് സോഷ്യൽ ചേഞ്ച് ഉണ്ട്. സോ നമുക്ക് എന്താണ് ഇന്ന രീതിയിൽ നമുക്ക് പോയി നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ലൈക് സോഷ്യൽ ചേഞ്ചിന്റെ ഒരു കോംപ്ലക്സിറ്റിയെ പറ്റിയിട്ട് ലൈക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ഈ റിലേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഇംപ്രാക്ടിക്കൽ ആയിട്ട് ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ ഏർലി സോഷ്യോളജി ആണ് ലൈക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിഗർ എന്നാണ്. സയന്റിഫിക് ബേസിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സയന്റിഫിക് ബേസ് ഇതിനെ ലൈക്ക് നഷ്ടമായിരുന്നു. സോ ഇത്രയും നമ്മൾ എന്താണ് ഈ ഒരു ഇതിൽ നമ്മൾ പറയുന്നത്. സോ ഇതാണ് അഗസ്റ്റ് കോംറ്റ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സസിലൂടെ നമുക്ക് എന്താണ് മറ്റ് പല ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിട്ടുള്ള എമിൽ ദർക്കെയിം ഉണ്ട്, മാക്സ് വെബർ, കാൾ മാക്സ്, ഹെർബർട്ട് സ്പെൻസർ, ഇവരെല്ലാവരും പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ.